എന്താ മക്കളെ അവിടെ ഒരു ബഹളം? എന്താ മക്കളെ ഇത്? കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സൽപ്രവർത്തകൻ വന്നിരുന്നു. മാത്രമല്ല അവർ വീടുകൾ വളരെ ഭംഗിയാക്കി വച്ചിരുന്നു. സൽപ്രവർത്തകനോ? ആരാണവൻ? അതെ, അവൻ വളരെ ചെറിയ മനുഷ്യനായിരുന്നു. വീട്ടിലുള്ളവർ ഉണരുന്നതിന് മുമ്പ് തന്നെ അവൻ വീട്ടിലെത്തും. വീട്ടിലെ മുഴുവൻ ജോലികളും തീർക്കും. വീട്ടുകാർ ഉണരുന്നതിന് മുമ്പ് അവൻ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടാകും. അവൻ വീട് തിളക്കവും വൃത്തിയുമുള്ളതാക്കിയിട്ടാണ് പോകുന്നത്. മുത്തശ്ശി, സൽപ്രവർത്തകനെ കണ്ടെത്താനുള്ള ഒരു വഴി പറഞ്ഞു തരുമോ? നമ്മുടെ ഗ്രാമത്തിന് സമീപത്തുള്ള വനത്തിൽ ബുദ്ധിമാനായ ഒരു വയസ്സൻ മൂങ്ങയുണ്ട്. അവനോട് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു സൽപ്രവർത്തകനെ കണ്ടെത്തി തരും. സുഹൃത്തെ, എനിക്കൊരു സഹായം ചെയ്തു തരുമോ? എന്താണ് കാര്യം? എൻ്റെ ചെറുപ്പത്തിൽ തന്നെ അമ്മ മരിച്ചുപോയി. മുത്തശ്ശിയും അച്ഛനും അനുജനും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. മുത്തശ്ശിക്ക് പ്രായമായതിനാൽ ഞാനും അനുജനായ ജോണിയുമാണ് വീട്ടുജോലികൾ ചെയ്യുന്നത്. ധാരാളം ജോലിയുള്ളതിനാൽ കൂട്ടുകാരോടൊപ്പം കളിക്കാൻ പറ്റുന്നില്ല. വീട്ടിനുള്ളിൽ നിന്ന് കളിച്ചാൽ മുത്തശ്ശി വഴക്കു പറയും. അതുകൊണ്ട് ജോലി ചെയ്യാൻ ഒരു സൽപ്രവർത്തകനായി കണ്ടെത്തി തരുമോ? അവിടെ ദൂരെയുള്ള കുളം കണ്ടില്ലേ? നല്ല നിലാവുള്ളപ്പോൾ ആ കുളത്തിൻ്റെ വടക്കുവശത്ത് ചെന്ന് 3 പ്രാവശ്യം തനിയെ വട്ടം കറങ്ങിയ ശേഷം ഇങ്ങനെ പറയുക: എന്നെ കൂട്ടിപ്പിരിക്കൂ, എന്നെ ചുറ്റിത്തിരിക്കൂ, എന്നെ കാട്ടൂ കുസൃതിക്കുട്ടനെ. വെള്ളത്തിൽ നോക്കി അപ്പോൾ ഞാൻ കണ്ടല്ലോ. ഇതിൽ വിട്ടുപോയ അവസാന വാക്ക് കിട്ടാൻ വെള്ളത്തിലേക്ക് താഴേക്ക് നോക്കുക. അപ്പോൾ നീ സൽപ്രവർത്തകനെ കാണും. അവൻ്റെ പേര് ചേർത്ത് ഈ വരി പൂരിപ്പിച്ചാൽ 2ഉം 4ഉം വരികളുടെ അന്ത്യപ്രാസം ശരിയായി കിട്ടുകയും ചെയ്യും. എന്നെ കൂട്ടിപ്പിരിക്കൂ, എന്നെ ചുറ്റിത്തിരിക്കൂ, എന്നെ കാട്ടൂ കുസൃതിക്കുട്ടനെ. വെള്ളത്തിൽ നോക്കിയപ്പോൾ ഞാൻ കണ്ടല്ലോ. അങ്ങ് പറഞ്ഞത് തെറ്റിപ്പോയി. വെള്ളത്തിൽ സൽപ്രവർത്തകന് പകരം എൻ്റെ പ്രതിബിംബം തന്നെയാണ് കാണുന്നത്. ഞാൻ നിനക്കു തന്ന പദ്യത്തിൻ്റെ പ്രാസമൊപ്പിച്ച് പൂരിപ്പിക്കാൻ പറ്റിയ പേരുള്ള ആരെയും നീ കണ്ടില്ലേ? ആരെയും കണ്ടില്ല. വെള്ളത്തിൽ നീ ആരെയാണ് കണ്ടത്? എന്നെ തന്നെയാണ് കണ്ടത്. എന്നെ തന്നെ എന്ന വാക്ക് ചേർത്ത് പൂരിപ്പിച്ചാൽ പ്രാസം ശരിയാകുന്നില്ലേ? എന്നെ കൂട്ടിപ്പിരിക്കൂ, എന്നെ ചുറ്റിത്തിരിക്കൂ, എന്നെ കാട്ടൂ കുസൃതിക്കുട്ടനെ. വെള്ളത്തിൽ നോക്കിയപ്പോൾ ഞാൻ കണ്ടല്ലോ എന്നെ തന്നെ. പക്ഷേ ഞാനൊരു സൽപ്രവർത്തകനല്ലല്ലോ. നീ അല്ലായിരിക്കാം, പക്ഷേ നിനക്കാകാൻ സാധിക്കും. നീ ശ്രമിച്ചാൽ നിനക്കൊരു സൽപ്രവർത്തകനാകാൻ കഴിയും. നീ ശക്തിമാനായ ഒരു കൊച്ചു ബാലനാണ്. നിനക്ക് തറ തൂത്ത് വൃത്തിയാക്കാൻ സാധിക്കും. നിനക്ക് അടുപ്പ് കൂട്ടി തീ കത്തിക്കാനുള്ള സാമർഥ്യമുണ്ട്. പാത്രത്തിൽ വെള്ളമെടുത്ത് അടുപ്പിൽ വെച്ച് തിളപ്പിക്കാൻ നിനക്ക് സാധിക്കും. പ്രഭാത ഭക്ഷണം നിനക്ക് വിളമ്പി വയ്ക്കാം. നിൻ്റെ കിടക്ക തയ്യാറാക്കുകയും നിൻ്റെ വസ്ത്രങ്ങൾ മടക്കി വയ്ക്കുകയും ചെയ്യാം. ഈ കാര്യങ്ങളെല്ലാം മറ്റുള്ളവർ ഉണരുന്നതിന് മുമ്പ് തന്നെ നിനക്ക് ചെയ്തു തീർക്കാൻ കഴിയും. അങ്ങനെ ചെയ്താൽ നിൻ്റെ അച്ഛനും മുത്തശ്ശിയും എഴുന്നേറ്റ് വരുമ്പോൾ ഏതോ ദേവത വന്ന് ഇതെല്ലാം ചെയ്തതാണെന്ന് അവർ വിചാരിക്കും.
അപ്പോൾ തൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് അവിടെ നന്മ ചെയ്യുന്നവനാണോ സൽപ്രവർത്തകൻ? അതെ, ചില വീടുകളിൽ സൽപ്രവർത്തകർക്ക് പകരം തെമ്മാടികളാണുള്ളത്. ഇവർ ശരിക്കും പിശാചുക്കളാണ്. വീട്ടിലുള്ളവർ സ്വസ്ഥമായിരുന്ന് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഇത്തരക്കാർ ആർത്തു വിളിച്ച് ബഹളമുണ്ടാക്കും. ഗൃഹോപകരണങ്ങളും പിഞ്ഞാണപാത്രങ്ങളും പൊട്ടിക്കും. വീട് മുഴുവൻ വൃത്തികേടാക്കും. തങ്ങളുടെ മാതാപിതാക്കന്മാരെ സഹായിക്കാൻ ഒന്നും ചെയ്യില്ല. യഥാർത്ഥത്തിൽ സൽപ്രവർത്തകർ ദേവതകളൊന്നുമല്ല, വീട്ടിൽ താമസിക്കുന്ന ബാലികാ ബാലകന്മാർ തന്നെയാണ്. സൽപ്രവർത്തകനെ കാണിച്ചു തന്നതിൽ എനിക്ക് അങ്ങയോട് ഒരുപാട് നന്ദിയുണ്ട്. ശരി, മുത്തശ്ശിക്കും അച്ഛനും വേണ്ട സഹായങ്ങൾ ചെയ്ത് നല്ല സൽപ്രവർത്തകനാകൂ.